ഏലത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഥിരമായി മോഷണം നടത്തി വന്നിരുന്ന 2 യുവാക്കളെ വണ്ടൻമേട് പോലീസ് പിടികൂടി. വണ്ടൻമേട് വാഴവീടിന് സമീപത്തെ തോട്ടത്തിൽ നിന്നും മോഷ്ടിച്ച പച്ചയേലയ്ക്ക അണക്കരയിലെ വ്യാപാര സ്ഥാപനത്തിൽ വിൽപ്പന നടത്തിയ കുമളി സ്വദേശി അജ്മൽ അൻസാരി, പിരിമീട് സ്വദേശി രതീഷ് സെൽവം എന്നിവരാണ് അറസ്റ്റിലായത്. വണ്ടൻമേട് സ്റ്റേഷൻ പരിധിയിലെ വിവിധ മേഖലകളിൽ നിന്നും പച്ചയേലക്ക സ്ഥിരമായി മോഷണം പോകുന്നതായി പരാതികൾ ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 28-ന് കടശിക്കടവ് വാഴവീടിന് സമീപത്തെ എസ്റ്റേറ്റിൽ നിന്നും മോഷ്ടിച്ച 40 കിലോയോളം വരുന്ന ഏലക്ക അണക്കരയിലെ കടയിലെത്തിച്ച് വിറ്റ കുമളി റോസാപ്പൂക്കണ്ടം കിണറ്റിൻകരയിൽ അജ്മൽ അൻസാരി, പീരുമേട് ഗസ്റ്റ് ഹൌസ് ക്വാർട്ടേഴ്സിൽ രതീഷ് സെൽവം എന്നിവരെയാണ് ഇന്നലെ പുറ്റടിയിൽ വെച്ച് പിടികൂടിയത്. പുറ്റടിക്ക് സമീപം വാടക വീട്ടിലാണ് പ്രതികൾ താമസിച്ചു വന്നിരുന്നത്. മോഷ്ടിച്ച ഏലക്കയുമായി പ്രതികൾ ബൈക്കിൽ പോകുന്നത് CCTVയിൽ പതിഞ്ഞിരുന്നു. പോലീസ് കൈ കാണിച്ചിട്ടും വാഹനം നിർത്താതെ പോയ പ്രതികളെ നാട്ടുകാരുടെ സഹായത്തോടെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നുവെന്ന് SI ബിനോയ് എബ്രഹാം പറഞ്ഞു. ഈ പ്രസ്തുത ബൈക്കിൽ പുറ്റടി ഭാഗത്തോടെ സഞ്ചരിക്കുന്നതായി കണ്ട് ഞാൻ ഈ പ്രതികളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചപ്പോൾ ഇവര് എന്നെ വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിക്കുകയും ഓടിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാനും സ്ഥലവാസികളായ ആളുകളും പോലീസ് പാർട്ടിയും ചേർന്ന് ഈ പ്രതികളെ തടഞ്ഞു വെച്ച് സ്റ്റേഷനിലെത്തിക്കുകയും സാക്ഷികളെ വിളിച്ചു വരുത്തി പ്രതികളെ കാണിച്ചതിൽ അവരെ തിരിച്ചറിയുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതികളെ ചോദ്യം ചെയ്തതിൽ പ്രതികൾ കുറ്റം സംബന്ധിച്ച് പറയുകയും അവർ കാണിച്ചതിന് പ്രകാരമാണ് ഞാനിപ്പോൾ ഈ കടയുടെ മുന്നിലെത്തി ഈ ഉണക്കായി റിക്കവറി നടത്തിയിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം പ്രതികളെ അണക്കരയിലെ വ്യാപാര സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇതിനു മുമ്പും പലതവണയായി പ്രതികൾ പച്ചയേലക്ക എത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നതായി വ്യാപാരി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കട്ടപ്പന ഡിവൈഎസ്പി VT സാജന്റെ നിർദ്ദേശപ്രകാരം വണ്ടൻമേട് SI ബിനോയ് എബ്രഹാം, SI G പ്രകാശ്, ASI ഷിജോ, CPOമാരായ കൃഷ്ണകുമാർ, അരുൺ പീതാംബരൻ, സ്റ്റെനിൻ R, അരുൺ ഗോപി, രാഹുൽ മോഹൻദാസ്, ജയ്മോൻ തുടങ്ങിയവരാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, അണക്കര.